ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും മോചനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ബി.ജെ.പിയിൽ ഭിന്നത ഉടലെടുക്കുന്നു. ക്രൈസ്തവ നയതന്ത്രം പാളിയത് കൂടിയാലോചനകളില്ലാതെ എടുത്തുചാടിയതിന് പിന്നാലെ എന്ന് ഒരു ഭാഗം കുറ്റപ്പെടുത്തുന്നു. ഇക്കാര്യം കെ സുരേന്ദ്രൻ, എം.ടി. രമേശ് വിഭാഗങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. കന്യാസ്ത്രീയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിയിൽ കൂടി ആലോചന നടത്തിയില്ലെന്നും വിമർശനം ഉയരുകയാണിപ്പോൾ. അലക്സ് റാം മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ബി.ജെ.പിയിലെ ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന വിഭാഗമാണോ അതോ ഒറ്റപ്പെട്ട വിമർശനങ്ങളാണോ? ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന വിഭാഗത്തിൻ്റെത് തന്നെയാണ് വിമർശനം. ഇനി പാർട്ടിയിൽ അതുകൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബി.ജെ.പിയുടെ ക്രൈസ്തവ നയതന്ത്രം പാളി എന്ന ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം വിമർശിക്കുന്നു, ആരോപിക്കുന്നു. അതിൽ പ്രധാനമായി പറയുന്നത് ഈ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നടപടി അത് നേതൃത്വവുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമായിരുന്നില്ല എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്. ഇതിൽ കൂടിയാലോചന നടത്തിയത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, എസ് സുരേഷ് അടക്കമുള്ള 4 ജനറൽ സെക്രട്ടറിമാരും ഒപ്പം വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജുമാണ് ഈ കൂടിയാലോചനയിൽ പങ്കാളികളായത്. ഒട്ടും തന്നെ അവധാനതയോടുകൂടിയുള്ള ഇടപെടലോ തീരുമാനമോ ആയിരുന്നില്ല ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നതും അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നത് അത്തരത്തിൽ അവധാനത കാട്ടിയില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. എം.ടി. രമേശ് ഈ കൂടിയാലോചനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ RSS സംഘപരിവാരെല്ലാം സംസ്ഥാന ബി.ജെ.പിക്കെതിരെ കടുത്ത വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. RSS എതിരായതോടെ എം.ടി. രമേശും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് അകന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാനമായി തന്നെ കെ സുരേന്ദ്രൻ, അതുപോലെ എം.ടി. രമേശ് വിഭാഗങ്ങൾ ഈ വിഷയത്തിൽ കൈകോർക്കാൻ, അതായത് ഗ്രൂപ്പിന് അതീതമായി കൈകോർക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കൂടിയാലോചന ഇല്ലാതെ നടന്നതുകൊണ്ടാണ് സംസ്ഥാനത്തെ ക്രൈസ്തവ നയതന്ത്രം പാളിയത് എന്ന വിമർശനം ഈ വിഭാഗങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, എം.ടി. രമേശിൻ്റെ അനുകൂലി, പ്രത്യേകിച്ച് എം.ടി. രമേശിൻ്റെ ഡ്രൈവർ തന്നെ ഷോൺ ജോർജിനെതിരായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ഹൈന്ദവ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഈ ഘട്ടത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഭിന്നത രൂപപ്പെട്ട് കഴിഞ്ഞു. വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരലിലേക്കും മറ്റുമൊക്കെ ഈ ഒരു നീക്കം, അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും അല്ലെങ്കിൽ മോചനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണങ്ങളാണ് പാർട്ടി നടത്തേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.